ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യുന്നതെന്നാണ്. ഇന്ന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് ചെയിൻ ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. സോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് എന്നിട്ട് ഇതേലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അകത്തൂടെ നമ്മളുടെ വർക്കിംഗ് യാണിൻ്റെ മേളിലോട്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചോണ്ട് മേളിലോട്ട് വലിക്കുമ്പോൾ അത് ടൈറ്റൻ ആകും, ലൈക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. എന്നിട്ട് നമ്മളിതിൻ്റെ മുറുക്കി എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിൽ മുറുക്കി ചുറ്റി എന്നിട്ട് നമ്മൾ ഇങ്ങനെ നൂലിങ്ങനെ കോരിയെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ചിനകത്തൂടെ എടുത്തിട്ട് ഇട്ടു. അപ്പോൾ ഒരു ചെയിനായി. എന്നിട്ട് ഒരു ചെയിനൂടെ ആയി. ഇങ്ങനെ എത്ര ചെയിനായി? 1 2 3 4 5 6 7 8 9 10. നമുക്ക് 11 ഇടാം. ഇതിനെ നമ്മൾ ചെയിനൊന്നും പറയത്തില്ല. ഇത് തൊട്ടിപ്പുറത്തുള്ള നോക്കുവാണെങ്കിൽ കാണാം, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു മേളിലോട്ടൊരു വട്ടം പോലെ ചെറുതായിട്ട്, അതാണ് ചെയിന്. നമ്മൾ ഈ ഇത് വിട്ടിട്ട് രണ്ടാമത്തേനകത്തോട്ട് അതിൻ്റെ മേളത്തെ ഇതിനകത്തോട്ട് ഹുക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ എടുക്കും. അപ്പം നമ്മുടെ ഹുക്കയിൽ 2 ലൂപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഈ ആണിങ്ങോട്ട് കോരി എടുത്തിട്ട് ഈ 2 ലൂപ്പേയും കൂടെ എടുക്കും. ഇപ്പോൾ ഒരു സ്റ്റിച്ചായി. അതാണ് സിംഗിൾ ക്രോഷേ. പിന്നെ നമ്മൾ അടുത്ത ഇതിലോട്ട് നമ്മുടെ ഹുക്ക് ഇറക്കുക, അടുത്ത ചെയിനകത്തോട്ട്. ഇന്നിപ്പം രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ. ഇതിപ്പം 3, ഇത് 4. വലുതായിട്ട് കാണിക്കാവേ. ഇതിലൂടെ ഇട്ടിട്ട് എടുത്തിട്ട് അങ്ങനെ കണ്ട. ഇത്രയും സിംഗിൾ ക്രോഷ്യ ആയില്ലേ. നമ്മൾ ഞാൻ അടുത്ത റോ ഇങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ഒരു ചെയിൻ വെറുതെ ഇടും. അത് നമ്മളിങ്ങോട്ട് തിരിക്കുക. ഈ ഒരു ചെയിൻ ഇടുന്നത് വെറുതെ ഒരു പൊക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഇതിനകത്തൂടെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ഇവിടെ നോക്കുമ്പം 2 ലൂപ്പായിട്ട് കാണാം. കണ്ടോ, കാണിച്ചു തരാം. 2 ലൂപ്പായിട്ട് കാണാം. ഇതൊരെണ്ണം, പിന്നെ എൻ്റെ ഇപ്പുറത്ത് ഒരെണ്ണം. അതിൻ്റെ നടുക്കൂടെയല്ല നമ്മൾ എടുക്കാൻ പോണേ. നമ്മളത് രണ്ടും കൂടെ എടുക്കുക. സൈഡിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെ കാണാം, നമ്മളവിടെ ഇട്ടു, ഒരെണ്ണം എടുത്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്തു. അടുത്തതിൽ നമ്മൾ ഹുക്ക് ഇറക്കി, എന്നിട്ട് ഈ ആൺ നമ്മൾ മുകളിലോട്ട് വലിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അപ്പം നമ്മളുടെ ഹുക്കയിൽ 2 ലൂപ്പുണ്ട്. നമ്മൾ ആ 2 ലൂപ്പിലും കൂടി എടുത്തു. അതാണ് സിംഗിൾ ക്രോഷ്യ. ഇതിലൂടെ എടുത്തു, 3ാമത്തെ സിംഗിൾ ക്രോഷ്യ, 4ാമത്തത്, 5ാമത്തത്, 6ാമത്തത്, 7, 8, 9, ഇവിടെ ലാസ്റ്റ് 10. ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ റോയും നമ്മളിങ്ങനെ എണ്ണി നോക്കണം എത്ര ഉണ്ടെന്ന്. എണ്ണി ചെയ്യണം. എണ്ണി എപ്പോഴും നമ്മൾ ആദ്യം ഇട്ടത് 11 ചെയിൻ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ച് തയ്ച്ചു. അപ്പം 10 സിംഗിൾ ക്രോഷ്യ വന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ചെയിൻ 1 ഇട്ടിട്ട് ടേൺ വർക്ക് നമ്മൾ തിരിച്ചിട്ട്
നമ്മൾ പിന്നെയും 10 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഞാൻ കാണിച്ചുതരാം. അത് കഴിഞ്ഞ് ഇപ്പം 10ാമത്തെ ചെയ്തില്ലേ, അപ്പം നമ്മൾ പിന്നെ ഒരു ചെയിന് എടുത്തിട്ട് ചെയിൻ അപ്പം നമ്മൾ തിരിച്ചു, എന്നിട്ട് നമ്മൾ പിന്നെയും സിംഗിൾ ക്രോഷ്യ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. നമ്മളിങ്ങനെ ചതുരത്തിലായിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എണ്ണി ചെയ്യണമെന്ന് മാത്രം. പത്തായി, എന്നിട്ട് നമ്മളിങ്ങോട്ട് ഒരു ചെയിൻ, പിന്നെ നമ്മൾ 1 2 അങ്ങനെ 10 അങ്ങനെ ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ വീതിയിൽ നീളത്തിലങ്ങ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കണം നമുക്ക് എന്തോരം ആദ്യത്തേത് എത്ര വേണമെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. എനിക്ക് ഇത്രയും വീതിയിൽ കുറേ അങ്ങ് നീളത്തിൽ ചെയ്യാനായിട്ട്, സ്കാർഫ് മാതിരി ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്ക്വയർ മതിയെങ്കിൽ ഇപ്പം അത് അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. പിന്നെ ഗേജ് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ പുറകെ പറഞ്ഞു തരാം. ഒരു സ്കാർഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗേജ് അല്ലെങ്കിൽ മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ലല്ലോ. നമ്മളൊരു ഐബോൾ ചെയ്തങ്ങ് പോയാൽ മതി, കണ്ണുകൊണ്ട് നോക്കി കണ്ടുപിടിച്ച് അങ്ങ് പോയാൽ മതി. ക്രോഷ്യ ഇങ്ങനെ എണ്ണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ ഒത്തിരി കുറയും. ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലൊരു ആക്ടിവിറ്റിയാണ്. തന്നെയല്ല, എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു സാധനവും എന്തോന്ന് നമ്മൾ ചെയ്ത ഒരു സാധനം നമ്മുടെ കയ്യിലിരിക്കും. ഇതിപ്പോൾ അക്രിലിക് ആണിലാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ കാനഡയിൽ ഇനിയിപ്പം ഒക്ടോബർ മുതൽ നമ്മൾ തണുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവർക്കും സ്കാർഫും ക്യാപ്പും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പം പിന്നെ ഇഷ്ടംപോലെ സ്കാർഫൊക്കെ ഉണ്ടാക്കുക. അക്രിലിക് ആണെങ്കിൽ ഒന്നുകൂടെ ചൂട് നിൽക്കും, അല്ല വൂളിയാണിന് ഇച്ചിരൂടെ നല്ലതാണ്. അക്രിലിക് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വാഷ് ചെയ്യാം, ട്രൈ ചെയ്യാം. കുറച്ച് നൂല് ചിലപ്പം ഒന്ന് വല്ലാതെ ഫസ്സി ആയിട്ട് പൊങ്ങി വരുമായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ കുറേ അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല നീളത്തിലങ്ങ് വരും. അത് നല്ല രസമുള്ളൊരു സ്റ്റിച്ച്. നല്ല സിംഗിൾ ക്രോഷ്യയിൽ ചെയ്യുമ്പം ഇച്ചിരി അടുപ്പിച്ച് ചെയ്യുന്ന കാരണം കണ്ടോ നല്ല അടുത്തടുത്തായിരിക്കുന്ന, കുറച്ചുകൂടി ഒരു നല്ല അധികം ഒഴുക്കില്ലാത്തൊരിതാണ്. ഇങ്ങനെ ഇപ്പം ആദ്യം ചെയ്ത് വരുമ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ കിട്ടണമെന്നില്ല. ആദ്യം ചെയ്ത് വരുമ്പം ചിലപ്പം നമ്മൾ ഓരോ റോയ്ക്കും നമ്മൾ ഈ നൂല് ഇങ്ങനെ മുറുക്കി പിടിക്കുവാണെങ്കിൽ ഭയങ്കര മുറുകി വരും. ഇത് ഞാൻ ഇച്ചിരി അയച്ചാണ് പിടിച്ചേക്കുന്നത്.
അത് നമ്മുടെ ഒരു ടെൻഷൻ ഇതിൽ നമ്മുടെ ഈ നൂല് പിടിക്കുന്നതിനൊരു ടെൻഷനുണ്ട്. ആ ടെൻഷൻ കുറേ നാൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവും. അല്ല പിന്നെ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം കുറേ അങ്ങോട്ട് ഇറുക്കി പിടിച്ച് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ കുറച്ച് അയച്ചയച്ച് പിടിച്ച് തുടങ്ങും. അപ്പം താഴെ വശം ഇങ്ങനെ ഇരിക്കും, മേൽവശത്തോട്ട് പോകുന്നതോറും ഇച്ചിരി വലുത് അയച്ചയച്ച് ചെയ്യുന്നതോറും അത് വലുതായി വലുതായി വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഹുക്ക് സൈസ് ഒരു ശാലം ഹുക്ക് സൈസ് താഴോട്ട് എടുക്കും. ഇപ്പം ഞാൻ 5 mm തുടങ്ങിയത്, 5 mm തുടങ്ങിയത്. അപ്പം എൻ്റെ ടെൻഷൻ ഭയങ്കര ഇതായിട്ട് വരുവാണെങ്കിൽ, ടെൻഷൻ വ്യത്യാസം വരുവാണെങ്കിൽ, മുകളിലോട്ട് പോകുന്തോറും അയഞ്ഞ് വരുവാണെങ്കിൽ ഞാനിത് ഒരു 4.5 mm ഹൂക്കിലോട്ട് മാറും. അപ്പം നമുക്ക് ഇച്ചിരൂടെ ടൈറ്റായിട്ട് കിട്ടും. നമ്മളത് ഒത്തിരി മുറുക്കി പിടിക്കാതെ തന്നെ നമുക്ക് ഇതിൽ കിട്ടും. ഇപ്പം നമ്മൾ ഇന്ന് സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് പഠിച്ചു. നിങ്ങൾ എന്തെങ്കിലും സിംഗിൾ ക്രോഷയിൽ ചെയ്തെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഡബിൾ ക്രോഷേ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി. ഓക്കെ, see you in the next video.